എല്ലാവർക്കും യേശു കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കഴിഞ്ഞ ചില നാളുകളായി ഫെയ്ത്ത് ഫ്യൂസിന്റെ ടീം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകളും അതുപോലെ മറ്റ് സന്ദേശങ്ങളും അനേകരുടെ ജീവിതത്തിൽ ഒരു ആശ്വാസമായി തീരുന്നു എന്നറിയുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. സകല മഹത്വവും സർവശക്തനായ ദൈവം തമ്പുരാൻ തന്നെ ഞങ്ങൾ കരയറ്റുന്നു. തുടർന്നും ഫെയ്ത്ത് ഫ്യൂസിന്റെ ടീമിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇതുപോലെയുള്ള വീഡിയോകൾ അല്ലെങ്കിൽ കണ്ടന്റുകൾ ഇടയില്ലാതെ തുടർച്ചയായി ചെയ്യുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥനയെ അപേക്ഷിക്കുന്നു. ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം കഴിഞ്ഞ ചില ദിവസങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ ഒരു തുടർച്ച എന്നോണമുള്ള വിഷയമാണ്. യേശു കർത്താവിന്റെ വിട്ടുപിരിയാത്ത സ്നേഹം, യേശു കർത്താവിൽ നിന്ന് എങ്ങനെയാണ് പ്രത്യാശയോടെ നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നത്, യേശു കർത്താവിൽ നിന്ന് എങ്ങനെയാണ് സമാധാനം പ്രാപിക്കുവാൻ കഴിയുന്നത്, ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ചു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് കർത്താവിൽ നിന്ന് നമുക്ക് ക്ഷമ പ്രാപിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ചോദ്യം ഉണ്ടായേക്കാം, എന്തിന് നമ്മൾ ക്ഷമ പ്രാപിക്കണം? എനിക്ക് ക്ഷമയുടെ ആവശ്യമുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും നാം ഓരോരുത്തരും പല കുറ്റങ്ങൾ ചെയ്യുന്നവരും അനേകം പാപങ്ങളുള്ളവരും അങ്ങനെയുള്ള അവസ്ഥകളിലാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ, മറ്റുള്ളവരോട് ദോഷകരമായിട്ടുള്ള മനസ്സിലെ വിചാരങ്ങൾ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ ക്ഷമ പ്രാപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷെ അതിനുവേണ്ടി യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു പഠിപ്പിച്ചതായിട്ടുള്ള വാക്യം ഗിരിപ്രഭാഷണ സമയത്ത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ് അവരോട് പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ചത്. നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അതിന്റെ അർത്ഥം, നമ്മുടെ കടക്കാരോട്, നമ്മളോട് കുറ്റങ്ങൾ ചെയ്യുന്നവർ, നമ്മളോടൊക്കെ മറ്റ് ദോഷം ചെയ്യുന്നവർ, അവരോട് നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ കർത്താവ് ദൈവം നമ്മളെയും ക്ഷമിക്കും, നമ്മുടെ കുറവുകളെയും നമ്മളോട് ക്ഷമിച്ചു തരും. നാം നമ്മെ തന്നെ പരിശോധിക്കണം. ആരുടെയെങ്കിലും ജീവിതത്തിൽ നമുക്ക് ആരോടെങ്കിലും ഏതെങ്കിലും കയ്പായിട്ടുള്ളൊരു അനുഭവം ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെ ബന്ധുക്കളാകാം, നമ്മുടെ കുടുംബത്തിൽ തന്നെയാകാം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കള്, അങ്ങനെ ആരെങ്കിലുമായി നമുക്കൊരു കയ്പിന്റെ അനുഭവം ഉണ്ടെങ്കിൽ അവർക്ക് ക്ഷമിച്ചു കൊടുക്കേണ്ടത്, ഹൃദയപൂർവ്വം ക്ഷമിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് അവർക്ക് വേണ്ടി 1 മിനിറ്റ് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ യേശു കർത്താവ് നമ്മുടെ പാപങ്ങളെയും നമ്മളോട് തന്നെ ക്ഷമിച്ചു തരികയും ചെയ്യും. 6-ാം അധ്യായം അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ തന്നെ പറയുന്നു, നിങ്ങൾ മനുഷ്യരുടെ പാപങ്ങളെ, അവരുടെ പിഴകളെ നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങളുടെ പിഴകളെയും ദൈവം ക്ഷമിച്ചു തരും. ക്ഷമിക്കാഞ്ഞാലോ ദൈവം നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല. എബ്രായ ലേഖനകർത്താവും 12-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത്, എല്ലാവരോടും സമാധാനം ആചരിക്കുവാൻ ഉത്സാഹിക്കുവേൻ. അങ്ങനെ ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല. അങ്ങനെ കർത്താവുമായിട്ടൊരു ഫെലോഷിപ്പിൽ, ഒരു കൂട്ടായ്മയിൽ പോയാൽ മാത്രമേ നമുക്ക് കർത്താവിനോട് കൂടെ ചേർന്ന്, പരിശുദ്ധാത്മാവുമായി ചേർന്ന് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചു കൊടുക്കുവാനും നാം മനസ്സ് തയ്യാറാക്കുകയാണെങ്കിൽ കർത്താവ് നമ്മുടെ പാപങ്ങളെയും നമ്മുടെ കുറവുകളെയും നമ്മളോട് ക്ഷമിക്കുകയും നമുക്ക് സമാധാനത്തോടെ, പ്രത്യാശയോടെ കർത്താവിൽ ക്ഷമാപൂർവമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് കഴിയും. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.